ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല അസല് മോരുകറി ഉണ്ടാക്കാനായിട്ട് നല്ല കുമ്പളങ്ങ കഷ്ണങ്ങൾ, നാടൻ കുമ്പളങ്ങ കഷ്ണങ്ങളാക്കി വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് എടുക്കുക. അത് ചട്ടിക്കകത്ത് ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത്. ഞാൻ കുക്കറിൽ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് വേവിച്ച് എനിക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. അതാണ് ഞാൻ ഓൾറെഡി മുളക് പൊടി ഇട്ടു, പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കല്ലുപ്പ്, പിന്നെ പച്ചമുളക് ഞാൻ ഓൾറെഡി തന്നെ കീറി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കറിവേപ്പില. ഇത്രയും സാധനങ്ങളിട്ട് വെള്ളം ഒഴിച്ച് അടപ്പത്ത് വെച്ച് വേവിക്കുക. മോര് കാച്ചിയതിൻ്റെ അരപ്പിലേക്കായിട്ട് തേങ്ങ, വെളുത്തുള്ളി, ചുവന്നുള്ളി അല്ലി, സ്വല്പം ജീരകം, പിന്നെ വെള്ളമല്ലാട്ടോ ഉപയോഗിക്കേണ്ടത്. നമ്മൾ ഒഴിക്കാൻ ഉദ്ദേശിക്കുന്ന മോര ഒഴിച്ചിട്ടാണ് അടിക്കേണ്ടത്, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. എന്നിട്ട് പിന്നെ ആ ജാറ് കഴുകാൻ വേണ്ടി മാത്രം ഇച്ചിരി വെള്ളം ഉപയോഗിക്കാവുള്ളൂ. അങ്ങനെ അടിക്കണതാണ് ടേസ്റ്റ്. നന്നായി അരച്ച തേങ്ങ കറിയിലൊഴിക്കുക. തിളച്ച് വരുമ്പോൾ തന്നെ കറിയിൽ താളിച്ചൊഴിക്കാം. താളിച്ചൊഴിക്കാനായി വെളിച്ചെണ്ണ ഒഴിക്കുക. നെയ്യ് ഉണ്ടെങ്കിൽ സ്വല്പം നെയ്യും കൂടി ഒഴിച്ചാൽ നല്ലതാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുക്, ഉലുവ ഇത്രയും പൊട്ടിച്ച്, കറിവേപ്പില, ചുവന്ന മുളക് ഇത്ര ഇട്ടാൽ നന്നായി ഇരിക്കും. എനിക്ക് കറിവേപ്പില ഉണ്ടായില്ല, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. മരത്തിൽ തോട്ടി കെട്ടി പറിച്ചിട്ട് വേണം കറിവേപ്പില. അപ്പോൾ അങ്ങനെ അത് പൊട്ടി കഴിയുമ്പോൾ ഉള്ളി ഇടുക. ഉള്ളി ഇട്ട് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിക്കുക. ഇതാണ് ഇന്നത്തെ മോര് കറി. അവിടെ പാചകം ചെയ്യുന്നിടത്ത് ലവ് ബേർഡ്സ് ഉണ്ട് കേട്ടോ, അതാട്ടോ അങ്ങനെ സൗണ്ട് കേൾക്കണത്. ശല്യം ഉണ്ടായെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.